ഞാൻ ഒരു ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ. അപ്പം അതിൻ്റെ വെബ്സൈറ്റിലോട്ട് ഇപ്പം ഇങ്ങനെയാണ്. അത് കേൾക്കുമ്പോൾ ഒരു ഐഡിയയും കിട്ടും. നമ്മളിപ്പോൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്തു, പിന്നെ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു, അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പോൾ ഏകദേശം വേണ്ട രീതിയിൽ പോകുന്നുണ്ട്. ഈ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ CWC ID കിട്ടുന്ന ഒരാൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാളുടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നത് ഡേറ്റാബേസ് കളക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിനകത്ത് നമ്മൾ അയാളുടെ പ്രൊഫഷൻ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്. എൻ്റർ ചെയ്യാമെങ്കിൽ എൻ്റർ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കും, അയാളുടെ പിൻകോഡ്, അയാൾ ഇപ്പോൾ പ്രസന്റ് അഡ്രസ്സിലുള്ള പിൻകോഡൊക്കെ അടിച്ചു വെക്കണം. അത് കഴിഞ്ഞാൽ ഈ ഒരു സർക്കിളിനകത്ത് ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലത്തിന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വന്നാൽ നമ്മളപ്പോൾ ഈ പറഞ്ഞ ഡോണേഴ്സായിട്ട് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തേക്കുന്ന ഏത് ബ്ലഡ് ഗ്രൂപ്പാണോ അവർക്ക് മാത്രം റിക്വസ്റ്റ് ചെല്ലും. അപ്പോൾ വാട്സപ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത ഒരാൾ കൊണ്ടുവരുന്ന പോലെ അല്ല, കുറച്ചും കൂടി ഈസി ആക്കാം, കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാം, ഒറ്റ ഒരു കോണ്ടാക്ട് ചെയ്താൽ മതി, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടായതിന്. അത് ഓട്ടോമേറ്റഡ് അല്ല ഇപ്പോൾ, പിന്നീട് അത് ഓട്ടോമേറ്റഡ് ആവും. ആപ്പ് ആകുമ്പോൾ ഓട്ടോമേറ്റഡ് ആവും. പിന്നെ ഞങ്ങൾ ഇതിന്റെ ഫണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കേസിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിന്ന് 1 ലക്ഷം രൂപ കിട്ടി. 1 ലക്ഷം രൂപ കിട്ടിയാൽ നമുക്ക് സാലറി വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് ഒരു 10,000 രൂപ ഇതിനകത്തു നിന്ന് ഡിഡക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെബ്സൈറ്റ് ഡിസൈൻ ആവുമ്പോൾ ഇപ്പോൾ ഒരു 4 ലക്ഷം വരെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളത് പതുക്കെ ഇച്ചിരി ഡിഡക്ട് ചെയ്ത് അടുത്ത വെബ്സൈറ്റ് ഡെവലപ്മെന്റ് നടത്തി പെർസെൻറ്റേജ് അങ്ങനെ കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ ഒരു 2 lakhs ഒക്കെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, എന്നിട്ട് അത് മെൻഷൻ ചെയ്യും. നമ്മൾ ഒരു എന്താ പറയണ്ട എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് ഇടുന്നുണ്ട്. സാലറി കൊടുത്തത് ഇത്ര, എന്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്ത്, അതെല്ലാം കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ വെബ്സൈറ്റിന് ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ അത് എത്ര പെർസെന്റേജ് വെച്ച് കട്ട് ചെയ്ത് ഇത്ര എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചാൽ മതി. അത് അത്രയും തന്നെ എല്ലാ മന്ത്ലിയും കാണിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് അത് ക്ലിയർ ആയി. പിന്നെ വേറെ എന്താണ് തട്ടിപ്പെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ല ആദ്യം ഈ പേഷ്യൻസ് വരെ തട്ടിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അതിനായി മറ്റേ മെഡിക്കൽ റിപ്പോർട്ട്സ് വാർഡ് കൗൺസിലർ റെക്കമെൻഡ് ചെയ്യണം. അതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാവുന്നതാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് മെഡിക്കൽ ഹോസ്പിറ്റല് 50 ലക്ഷം രൂപ ഇതിന് വരുമെന്ന് പറഞ്ഞാൽ അത് പിരിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് ചെയ്യുന്നത്. അതേ സമയത്ത് വേറെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഉണ്ടോ എന്നുള്ളത് പരിശോധിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നോക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് നോക്കേണ്ടത്. ഞാനിപ്പോ ഒരു 1-2 പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രപ്പോസ് ചെയ്തിരുന്ന സർജറികൾ മാറ്റി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെയ്തിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. അത് ഹോസ്പിറ്റലിൽ എടുക്കുന്നതിന്റെ മാത്രമല്ല, പലതരത്തിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അപ്പോഴും ഉണ്ട്. നമ്മളിപ്പോ ഗവൺമെന്റിന്റെ മാത്രമല്ല, ഗവൺമെന്റിനകത്ത് നമ്മൾ പലപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാല് ഈ മറ്റുള്ള സൗകര്യങ്ങളുടെ അഭാവം കൊണ്ടാണ് ആൾക്കാർ. ഞാൻ ഈ കേസ് അവരോട് സംസാരിച്ചിട്ടല്ലേ നമുക്ക്, എന്നാ പോലും റിസ്ക് എന്താന്ന് വെച്ചാൽ ആ പേഷ്യന്റ് എന്തെങ്കിലും മറ്റിപ്പോയാൽ നമ്മൾ അതിനകത്തൊരു എന്താ പറയാ, അങ്ങനെ ഒരു പ്രശ്നം വരും. ഞാൻ 2-2 ഇങ്ങനെ ചെയ്തുള്ളൂ. ഒന്നൊരു സ്ട്രോക്ക്, ഒരു ഹാർട്ട് പേഷ്യന്റ് ഭയങ്കര നിർബന്ധമാണ്, മറ്റൊരു ഇപ്പൊ ചെയ്തില്ല തട്ടിപ്പോന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ കൊണ്ടുപോയി വലിയ കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. അല്ല, സെക്കൻഡ് കൺസൾട്ടന്റ് ഒരു 2-3 പേരെ ഡിഫറെന്റ് കൺസൾട്ടൻസ് കൺസൾട്ടേഷൻ നടക്കേണ്ടതുണ്ട്. ഒപ്പമാണ് ഈ ഇനിഷ്യൽ പറയുന്ന പൈസ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കും. പിന്നെ ഇത് പിരിച്ചു മുഴുവൻ ഈ ഹോസ്പിറ്റലിന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു യുക്തിയുണ്ട്. അതില്ല, അങ്ങനെയില്ല. അത് കൂടാതെ നമുക്ക് ഡോക്ടേഴ്സ് ആയിട്ടുള്ള സകല ഫ്രണ്ട്സിന് ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുക്കും, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏത് കേസ് വന്നാലും അവിടെയാണ് ഇയാള് ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനം നന്നായിട്ട് നിൽക്കുന്നത്. അല്ല, എനിക്ക് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് ഞാൻ ഇവർക്കെല്ലാം, നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അയക്കാവുന്ന ടൈപ്പ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഞാൻ ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട്, ഈ പറഞ്ഞ ചില പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് വരെ മാറ്റി കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ചിലപ്പോൾ ചിലത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക്. പിന്നെ മരുന്നിന്റെ കാര്യത്തിലാണെങ്കിലും ഈ മെഡിക്കൽ റെപ്പുകൾ എനിക്ക് കുറെ സാമ്പിൾ തരും. പിന്നെ പോരാത്തതിന് അവർ വില കുറച്ചിട്ടിട്ട് ഈ പറഞ്ഞ പോലെ മാക്സിമം റിഡക്ഷൻ തന്നിട്ട് ഹോൾസെയിൽ ആയിട്ട് തരാൻ ഉണ്ട്. ഇപ്പൊ നമ്മള് 2 വർഷത്തേക്കുള്ള എന്താണ് എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകളാണ്. അതൊക്കെ അവർക്ക് അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റും. അല്ല, അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും മെഡിസിൻ മേടിച്ചു കൊടുക്കാനാണ് അങ്ങനെ. പിന്നെ അത് വേറെ ടൈപ്പ് ഡൊണേഷൻ ഉണ്ട്. അതായത് ഇപ്പോ വീട്ടിലുള്ള ഏതെങ്കിലും വീൽ ചെയർ മരിച്ചുപോയി കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ക്രഞ്ചസ് മേടിച്ചു, അയാളുടെ കാല് നേരെയായി, പക്ഷെ പെർമനന്റ്ലി പ്രശ്നമുള്ള ഒരാളുണ്ടെങ്കിൽ ഇവര് നമുക്ക് ഈ OLX-ലോട്ടൊക്കെ വെക്കാൻ ഇടുന്ന പോലെ ചാറ്റ് വിത്ത് വെബ്സൈറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് അവര് തന്നെ വന്ന് എടുത്തോണ്ട് പോക്കോളൂ. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഒരാൾ മരിച്ചു പോയി കഴിയുമ്പോഴത്തേന് ഇഷ്ടം പോലെ മരുന്ന് മേടിച്ച് വെച്ചിട്ടുള്ള അതും എടുക്കാം. അത് നമുക്ക് ഇതുപോലെ സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്.
അതെല്ലാം അങ്ങനെ എല്ലാം നോക്കി. പക്ഷെ അത് എനിക്കിപ്പോൾ ആഡ് ആക്കാൻ പറ്റിയിട്ടില്ല. അതിന് കുറച്ചുകൂടി സെറ്റപ്പ് വേണം. നമ്മൾ ഈ പറഞ്ഞ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യമായിട്ട് ഉള്ള സംഭവം അത്. അല്ലെ, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പണം എന്ന് പറയുന്നത് ഈ ഫണ്ട് റൈസ് ചെയ്ത് തന്നെ അതിനകത്തുനിന്ന് തന്നെ എടുക്കുന്നത് തന്നെ ആയിരിക്കും അതിന്റെ ശരി. ഇത് ആരുടെ ഇപ്പൊ എന്റെ വകയൊന്നും അല്ല. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാകേണ്ടത്. ഞാൻ എല്ലാവരും പറയുന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്നൊന്നും ഇല്ല, ഹെഡില്ല. നമ്മൾ സംഘടനകൾ ഉണ്ടാക്കുന്നതും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കണം. രാവിലെ വൈകുന്നേരം വരെയൊക്കെ നമ്മളൊക്കെ എത്രമാത്രം പണിയെടുത്തിട്ടാണ് ഓരോ സംഘടനകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് നമ്മുടെ സ്വന്തമല്ലോ. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇപ്പൊ ഈ സിസ്റ്റമാറ്റിക് ആയതുകൊണ്ടുള്ള ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ വേറൊരാൾക്ക് വന്ന് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു പരുവത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ശരി. അത് പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കുമ്പോൾ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ അവിടെ അവർ കാണേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ആണ് ഈ സംഭവം ചെയ്തു വരുന്നത്. അത് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകാനായിട്ട് എല്ലാ വർഷവും അതിനൊരു സ്പേസ് ഉണ്ടാക്കിയാൽ മതി. ഒരു കമ്മിറ്റിക്ക് നമ്മൾ ഈ പറയുന്ന ഇത് നമ്മൾ ഈ ചെയ്യുന്നത് ക്ലാരിറ്റിയോടെ ആണ്, ട്രാൻസ്പെറൻസിയോടെ ആണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനും ഒരു സിസ്റ്റം ഉണ്ടാക്കാവുന്നതാണ്. ഒരു ചെക്ക് ആൻഡ് മെഷേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്. വർഷത്തിലൊരിക്കല് ഓഡിറ്റിംഗ് നടത്തി. അല്ല, ഓഡിറ്റ് എന്താണല്ലോ ഒരു വശത്തൂടെ നമുക്ക് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഇനി സോഷ്യൽ ഓഡിറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മളോട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരാള് ഒരു ഡൗട്ട് ചോദിച്ചാൽ പോലും ക്ലാരിഫൈ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ അതിനകത്തൊരു ഫെയിലർ ഉണ്ടെന്നാണ്. എന്തായാലും നല്ല ഇനിഷ്യേറ്റീവ് ആണ്. ഞാൻ ആ നിലവാരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനൊക്കെ ചെയ്യാം, നമ്മുടെ അന്ന് ഈ സാധനം ഇങ്ങനല്ല, ഇന്റർനെറ്റ് ഒന്നും ഇല്ലാതിരുന്നു എന്നുള്ളതാണ്. ചെയ്യാമായിരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ട്രാൻസ്പെറൻസിയും ക്ലാരിറ്റിയാണ് ശരിക്കും പറഞ്ഞ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഒരു ബേസ് എന്ന് പറയുന്നത്. നമ്മൾ സുതാര്യമായിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. നമ്മൾ പറയുന്നത് ഈ വ്യക്തികളെ വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല. വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, എനിക്ക് എന്നെ വിശ്വസിക്കണ്ടെന്നാ പറഞ്ഞത്. ഞാനായിട്ട് ആണെങ്കിലും പോലും അടിക്കാൻ പാടില്ല എന്നുള്ള വാക്കാണ് പ്രശ്നമേ. നമുക്ക് സിസ്റ്റം കൊണ്ട് നിയന്ത്രിക്കുക എന്ന് പറയുന്ന സാധനമാണ് വേണ്ടത്. അതിനുശേഷം അതേ സമയത്ത് ആൾക്കാർക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. പക്ഷെ നിയമം വേണം, നിയമം ഉണ്ടായിരിക്കണം. ആ നിയമം എന്ന് പറയുന്നത് ആളുകളുടെ നിയന്ത്രണങ്ങളോടെ പെരുമാറുന്നത്. ഇപ്പം വണ്ടി ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റിലൂടെ കയറരുതെന്ന് പറഞ്ഞാൽ നിയന്ത്രണം വേണ്ടതാണ്. എല്ലാവർക്കും ആദ്യം പോകണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് ലോകത്തുള്ളതെന്ന് നമ്മൾ അറിയേണ്ടത്. അപ്പൊ അവര് ഈ ഒരു നിയമം ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയും കയറിക്കളയും. ഞാൻ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചാണ്. കാരണം നമ്മളിവിടെ ഈ ഒരു രീതിയിൽ ഇപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ മാത്രമാണ്. കാരണം ഇവിടെ ഒത്തിരി തട്ടിപ്പ് നടന്നു. ഈ തട്ടിപ്പ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നാളെ ഏതൊരാൾക്ക് ഇപ്പൊ എനിക്ക് തന്നെ ചിലപ്പോൾ ഒരു അവസ്ഥ വന്നാൽ സഹായിക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നി. അല്ല, അത് ഈ ഇൻഷുറൻസ് ആണ് ഈ സിസ്റ്റം, ഗവൺമെന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നത്. അത് എടുക്കാനും അതിന്റെ EMI അടയ്ക്കാനുള്ള പണമില്ലാത്ത മനുഷ്യരുടെ മുന്നിൽ ഇത് തന്നെയായിരിക്കും ഓപ്ഷൻ ഉണ്ടാകും. അതൊരു ട്രാൻസിഷന്റെ സമയം തന്നെ. അവസാനത്തെ ആളിനെയും നോക്കുന്ന ഒരു ഗവൺമെന്റ് ലോകത്തുണ്ടാകുന്ന സമയത്ത് മാത്രമേ ഈ ഇനിഷ്യേറ്റീവ്, വ്യക്തിഗതമായ ഇനിഷ്യേറ്റീവിന് അപ്രസക്തി വരുത്തുള്ളൂ. അതുവരെ ഇതുണ്ടാകും. സിസ്റ്റം അത്ര പെർഫെക്റ്റ് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ പുറത്താവും. അത് ആയിക്കോട്ടെ, പക്ഷെ അതുവരെ ആവശ്യമാണ്. അതെ, ഞാനും അത്ര ഇത് നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ തട്ടിപ്പ് ചില്ലറയല്ല, നല്ലപോലെ ഇവിടെ എന്നുള്ളതല്ല, ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. മനുഷ്യർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് എല്ലാ കാറിലും ഇരിക്കുന്നത്. അവരെല്ലാവരും കൂടെ നന്നായിട്ടല്ല ലോകത്ത് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ നിയമം വേണം, അത് കഴിഞ്ഞ് മോണിറ്ററിങ്ങിന് CCTV ക്യാമറയും വേണം എന്ന് പറയുന്ന സാധനമാണ് നിങ്ങളിപ്പോ ഉണ്ടാക്കിയിരിക്കുന്ന ഈ. ഞാൻ വേറെ കാര്യമുണ്ട് ഇതിനകത്ത് പറയുന്നത്, ഈ നമ്മുടെ ഇവിടുത്തെ എല്ലാ ഡ്രൈവർമാരും ദുബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കും. അതുകൊണ്ടാണ് നിയന്ത്രണത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നിയമവും വേണം, നിയന്ത്രണവും ആവശ്യമാണ്. അതെ, നിയമം ഇല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിയന്ത്രിക്കുന്നതെന്ന് ഉത്തരം പറയാൻ പറ്റത്തില്ല. നിയമം വേണം, നിയന്ത്രണം വേണം. ഇത് രണ്ടും ഇല്ലാതെ മനുഷ്യര് സ്വാഭാവികമായി ഏറ്റവും ശരിയായ ആൾക്കാരായി പെരുമാറും എന്ന് പറയുന്ന ഒരു ലോകം ഇല്ലെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് ഒരു കൺഫ്യൂഷനും വേണം. ഇല്ല, ഞാൻ അങ്ങനെ തീർത്ത് തന്നെ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുക. ഇവിടെ പെട്രോൾ അടിക്കുന്ന പമ്പിന്റെ ഒരു എക്സാമ്പിളൂടെ പറയാം, കോമഡിയാണ്. നമ്മള് പെട്രോൾ അടിക്കാൻ നേരത്ത് പെട്രോൾ പമ്പിൽ പോയി നോക്കി നിൽക്കും, 1000-ന് അടിച്ചു വന്ന്. 1000-ന് അടിച്ചെന്ന് വിശ്വസിച്ച് നമ്മൾ വണ്ടി വിട്ടുപോകും. പക്ഷെ അവർ 1000-ന് അടിച്ചിട്ടില്ല. അത് പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ തട്ടിപ്പുണ്ടാകുന്നു, ആ പമ്പിൽ തട്ടിപ്പ്, ഈ പമ്പിൽ തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വെബ്സൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ മീറ്ററും ഉണ്ട്, നമ്മുടെ വണ്ടിക്കകത്ത് വേറൊരു മീറ്ററുണ്ട്.
ഈ മീറ്റർ നോക്കിയെന്ന് നമുക്ക് മനസ്സിലാവും അവൻ 1000 അടിച്ചോന്ന്. ആ. അതാണ് നമ്മുടെ പബ്ലിക് ഓഡിറ്റ്. അത് ശരിയാണ്, അതങ്ങനെ തന്നെ പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്നത് മനുഷ്യർ നന്നാകത്തില്ല എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെ അത്രയും മനുഷ്യർ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന നന്നാകല. മറ്റേത് നിയന്ത്രണങ്ങൾ മാത്രമേ ഉള്ളൂ. നിയന്ത്രണത്തിന് നിയമങ്ങൾ ആവശ്യമാണ്. സെൽഫ് ചെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഇത് പിന്നെ നമുക്കുണ്ടല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൊണേറ്റ് ചെയ്യാത്ത ആയിപ്പോയ കുറെ ആൾക്കാരുണ്ട്. ഇതിനകത്തെല്ലാം തട്ടിപ്പാണെന്ന് വിചാരിച്ചിട്ട് അവർക്കൊക്കെ തിരിച്ച് വീണ്ടും മറ്റുള്ളവരെ സഹായിക്കാൻ ഒരുപാട് സഹായിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പൊ തന്നെ ഈ എന്താണ് മുഖ്യമന്ത്രിയുടെ ഇതിനകത്ത് ഈ പ്രശ്നം പറഞ്ഞിട്ടാണല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത്രയധികം ഓഡിറ്റിംഗ് ഉള്ള ഒരു സ്ഥലം ഇല്ല, എന്നിട്ടാണ് ഈ പ്രചരിപ്പിച്ചത്. എന്താ അത്? പക്ഷെ വേറെ കാര്യം ഉണ്ടെന്നേ, ഇങ്ങനൊന്നും അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും. ശരിയാ. പിന്നെ സംശയം ഉണ്ടാക്കാൻ പറ്റും ആൾക്കാരിൽ. നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല ഒരു കാര്യത്തിലും. ഇത് ഇന്നതാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അത് വരണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അത് നല്ല രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസി ഉണ്ടാകും എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയവും. അത് ഞാൻ നിങ്ങളുടെ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് സന്തോഷം. നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ കൂടെ പങ്കുചേരാൻ കഴിഞ്ഞാൽ സന്തോഷം.